തിരുവനന്തപുരം മാറനല്ലൂരിൽ വാടക നൽകിയ കടമുറി കാലാവധി കഴിഞ്ഞിട്ടും ഒഴിയുന്നില്ലെന്ന പരാതി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരവുമായി കടയുടമയും കുടുംബവും. അരിമാളൂർ പന്തടിക്കളം സ്വദേശി മിനിക്കുട്ടി, ഭർത്താവും മുൻ സൈനികനുമായ രാജേന്ദ്രൻ എന്നിവരാണ് കെട്ടിടം തിരികെ ലഭിക്കാൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. അരിമാളൂർ ജംഗ്ഷനിലെ മിനിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം 2014 സുഭാഷ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു. 2023 വരെ വാടകക്കാരൻ പുതുക്കി നൽകിയെങ്കിലും അതിനുശേഷം കരാർ നീട്ടി നൽകിയില്ല. കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് ഉടമസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും കടയൊഴിയാൻ സുഭാഷ് തയ്യാറായില്ല. തുടർന്ന് പഞ്ചായത്തിനെ സമീപിക്കുകയായിരുന്നു. അന്വേഷണത്തിൽ പഞ്ചായത്ത് അനുമതിയോ ആരോഗ്യ വകുപ്പിന്റെ സാക്ഷ്യപത്രമോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ ലൈസൻസോ ഇല്ലാതെയാണ് കട പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. ഉടമകളുടെ പരാതിയിൽ താൽക്കാലികമായി പ്രവർത്തനം നിർത്താനുള്ള ഉത്തരവും ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് കടന്നു. 2026 ജൂൺ 22 കടയുടെ പ്രവർത്തനം നിർത്താൻ പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെയും അത് നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കട ഒഴിയാൻ പറഞ്ഞിരുന്നു. അപ്പൊ അയാൾ കട ഒഴിയില്ല. അപ്പൊ അയാൾ ലൈസൻസ് എടുക്കാറില്ല, ഹെൽത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, അങ്ങനെ ആയിട്ടുള്ള ഒരു ലൈസൻസും ഇല്ല. അയാൾ വെറുതെ ഗുണ്ടായുസത്തിന്റെ പേരിൽ കട കയറിയിരിക്കുകയാണ്. അപ്പൊ പഞ്ചായത്തിൽ ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞു വന്നു. പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ ഇവിടെ ഒരു നടപടി 40 ദിവസം വരെ എടുത്തില്ല. അപ്പൊ കളക്ടർ എടുത്ത് പോയി. കളക്ടർ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ആദ്യത്തെ ഒരു ലെറ്റർ തരുന്നത്. ഇത് കാരണം കാണിക്കൽ ആദ്യത്തെ നോട്ടീസ് 15 ദിവസത്തിനകത്ത് എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് അവനൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി രണ്ടാമത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഡയറക്ടർക്ക് കൊടുത്തിട്ടുള്ള ലെറ്ററാണ്. ഉടനെ ഞങ്ങൾ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ അവിടെ പോയത് കൊണ്ട് അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. 17-ാം തീയതി ഓർഡറാണ് ഇറക്കിയിട്ടുള്ളത്. ഹിയറിംഗ് നടത്തിയിട്ട് ഓർഡർ ഇറക്കിയിട്ടുള്ളതാണ് 22-ാം തീയതി ഉള്ളത്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവർ പാരിതോഷികം പറ്റിയെന്നുള്ള 100% തെളിവാണ്. ഇവർക്ക് അത്ര അറിവില്ല.